ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ടിപ്പാണ്. നമ്മളിൽ പലരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ പോലത്തെ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ലേഡീസ് ആയിരിക്കും ഇത് കൂടുതലായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് സാരി അല്ലെങ്കിൽ ഷോളൊക്കെ കുത്തുന്നവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടാവും ഒരിക്കലെങ്കിലും. അപ്പോൾ മറ്റുള്ളവരും ഫേസ് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ലേഡീസാണല്ലേ സാരിയും ചുരിദാറൊക്കെ കുത്തുന്നത്. അപ്പോൾ നമ്മളായിരിക്കും അധികം ഫേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സാരിയിലായാലും ഷോളിലായാലും ഒക്കെ പിന്ന് വെച്ചിട്ട് സേഫ്റ്റി പിൻ വെച്ച് ഇതുപോലെ കുത്തുമല്ലേ. അപ്പോൾ ഇതുപോലെ കുത്തി കഴിയുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സാരി അല്ലെങ്കിൽ ദുപ്പട്ടാസൊക്കെ ആണെങ്കിൽ അതിങ്ങനെ പിന്നാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി പോവുക, ഈ പിന്നിൻ്റെ ഈ ലൂപ്പ് പോലെയുള്ള ഇതിലോട്ട് കയറി പോവുക. എന്നിട്ട് നമ്മളുടെ ഷോള് പിന്നുക, അല്ലെങ്കിൽ സാരി ബ്ലൗസ് പിന്നുക, അല്ലെങ്കിൽ സാരി പിന്നുക, അല്ലെങ്കിൽ ദുപ്പട്ട പിന്നുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മളുടെ നല്ല ചുരിദാറൊക്കെ അവിടെ ഇങ്ങനെ ഒരു മാർക്ക് പോലെ ഒരു കീറിയ പോലെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പിലുള്ള സൊല്യൂഷൻ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൽ 2 ടൈപ്പിലും നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ആയതെന്ന് വെച്ചാൽ നിങ്ങളത് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി പിൻ പോലെ തന്നെയാണ് ഇതുപോലത്തെ പിൻസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളിപ്പോൾ തലയിൽ തട്ടമൊക്കെ ഇടുന്നവരാണെങ്കിൽ ഇതുപോലത്തെ പിൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ചിലപ്പോഴൊക്കെ സൗദിയിലായതുകൊണ്ട് തന്നെ അഭയ ഇടുന്നത് കൊണ്ട് ഞാൻ തലയിൽ തട്ടം ഇടുമ്പോൾ ചിലപ്പോൾ കുത്തുമ്പോൾ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനും ഞാൻ ഒരു മെത്തേഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതും എനിക്ക് സക്സസ് ആയിട്ട് വന്നു. അപ്പോൾ ഈ 2 സംഭവങ്ങളും യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സേഫ്റ്റി പിന്നും ഇതുപോലത്തെ ബോൾ പിൻസും യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ അതിന് ഒരു ഫസ്റ്റ് തന്നെ നമ്മളതിന് സൊല്യൂഷനായിട്ട് വേണ്ടത് ഒരു പേപ്പർ പീസാണ്. എന്ത് ടൈപ്പ് ഓഫ് പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല. പേപ്പർ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്താ പീസ് ഓഫ് പേപ്പർ എടുക്കാം. പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് 1 2 3 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്യാം. നമ്മളുടെ ഈ സേഫ്റ്റി പിന്നിൻ്റെ അത്രയും അതിനേക്കാളും കുറച്ച് വലിപ്പം കുറച്ചിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ താഴെയാണല്ലോ നമ്മൾ പിന്ന് വയ്ക്കുക കുത്തുക. അപ്പോൾ അതുപോലെ പേപ്പർ ആദ്യം വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ നമ്മളിതുപോലെ സേഫ്റ്റി പിൻ സാധാരണ നമ്മൾ പിൻ ചെയ്യുന്ന പോലെ അങ്ങ് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തുണ്ടാവും, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ആയി കിട്ടും. ഇങ്ങനെ വലിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും തന്നെ ഇരിക്കും. അപ്പോൾ നമ്മളുടെ ഡ്രസ്സ് കീറുക അങ്ങനെയുള്ള പ്രോബ്ലംസിന് ഒന്നും ഉണ്ടാവില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളുടെ ഡ്രസ്സുകൾ ഇരിക്കുന്നതായിരിക്കും. ഇതാണ് ഒരു മെത്തേഡ്. അപ്പോൾ ഈ പേപ്പർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഇനി കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പേൾസ് യൂസ് ചെയ്യാം. പേൾസ് ആദ്യം തന്നെ ഒരു പേള് ഈ നമ്മളുടെ സേഫ്റ്റി പിന്നിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ കുത്തുന്ന പോലെ അങ്ങ് കുത്തുക. നമ്മൾ ഇത് കുത്തുന്ന പോലെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്നോളും. പിന്നെ ചിലപ്പോൾ നമ്മൾക്ക് ഇതുപോലെ കുത്തിയാലും മുകളിലത്തെ ഭാഗത്തിന് കീറാനുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റിലും ഒരു ബീഡ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ സേഫ്റ്റി പിൻ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴും നമ്മളുടെ ഡ്രസ്സിന് കൂടുതൽ കേടുകളൊന്നും വരാതെ ഇരിക്കും. പക്ഷെ കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് യൂസ്ഫുള്ളായിട്ട് കുറച്ചും കൂടെ നന്നായിട്ടും തോന്നിയിട്ടുള്ളത് നമ്മളുടെ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് കുറച്ചുകൂടെ തുണിക്കും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നമ്മളുടെ ബോൾ പിൻ വെച്ചിട്ടുള്ള നമ്മളുടെ തട്ടത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ബോൾ പിൻ വെച്ചിട്ടുള്ള ഇതിന് എന്താ ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒന്നുമില്ല, ചുമ്മാ നമ്മൾ എവിടെയാണോ കുത്തുന്നത് അതിൻ്റെ ഉൾസൈഡിലായിട്ട് നമ്മൾ ഈ പേപ്പർ വെച്ച് കൊടുക്കും. എന്നിട്ട് അങ്ങ് പിൻ കുത്തി കൊടുക്കും. നമ്മൾ സാധാരണ ഇത് വയ്ക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ പുറത്താണ് കുത്തുക, അപ്പോൾ പേപ്പർ ഉള്ളിലാണ് കേട്ടോ വെക്കേണ്ടത്. ഉള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്ന് ഇവിടെ പുറത്തോട്ട് കുത്തി കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പിന്ന് ഉള്ളിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോഴും നമ്മളുടെ ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കും. ഇങ്ങനെ വലിഞ്ഞു കീറുന്ന ഈ ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിൽ പലർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.